ഇവിടെ ഒരു പെൺകുട്ടി അവളുടെ മുത്തശ്ശന്റെ പ്രിയപ്പെട്ട പാത്രം അഴുക്ക് പിടിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അവളത് വൃത്തിയാക്കാനായിട്ട് എടുത്തോണ്ട് പോകുന്നു. എന്നാൽ അത് ക്ലീൻ ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഇവളുടെ കൈ മുറിയുന്നു. അതുകൊണ്ട് തന്നെ അവൾ ആ ഒരു പൈപ്പ് ഓഫ് ചെയ്യാതെ പാത്രം അവിടെ വെച്ചിട്ട് മുറിവിൽ മരുന്ന് വെക്കാനായിട്ട് പോകുന്നു. എന്നാൽ അതേ സമയം തന്നെ മറ്റൊരിടത്ത് ഒരുപാട് ആളുകൾ വെള്ളമില്ലാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ തന്നെ ഒരുപാട് പേര് മരിച്ചു. അങ്ങനെ ഇവര് അതിനെപ്പറ്റിയൊക്കെ അവരുടെ പ്രിൻസിനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ ഹീറോയിന്റെ കയ്യിലുണ്ടായിരുന്ന അതേപോലത്തെ പാത്രം ഇവിടെയുമുണ്ട്. അതിൽ നിന്നും പെട്ടെന്ന് വെള്ളം വരാനായിട്ട് തുടങ്ങുന്നു. അവരുടെ പ്രാർത്ഥന കേട്ട് അവരുടെ ദൈവം അവർക്ക് നൽകിയത് തന്നെയാണ് എന്ന് വിശ്വസിച്ച് ഒരുപാട് സന്തോഷത്തിൽ അത് എല്ലാവർക്കും വിതരണം ചെയ്യുന്നു. എന്നാൽ കുറച്ച് സമയം കഴിഞ്ഞ് ഇവള് തിരിച്ചു വരുമ്പോഴാണ് പൈപ്പ് ഓഫ് ചെയ്യാൻ മറന്നുപോയ കാര്യം ഓർക്കുന്നത്. എന്നാൽ ഓഫ് ചെയ്തിട്ട് നോക്കുമ്പോൾ സാധാരണ ആ ഒരു പാത്രം നിറഞ്ഞു കവിഞ്ഞൊഴുകേണ്ടതാണ്. പക്ഷെ അതിലാണെങ്കിൽ ഇപ്പോൾ ഒരു തുള്ളി വെള്ളം പോലും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇവൾ ഇവിടെ പൈപ്പ് ഓഫ് ആക്കിയത് കൊണ്ട് തന്നെ ഇവരുടെ വെള്ളം നിലച്ചു. അങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോൾ ഹീറോയിൻ ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുന്നു. പക്ഷെ ഓർക്കാപ്പുറത്ത് ഈ ഒരു പാത്രത്തിലോട്ട് ആ ഒരു ഫുഡ് വന്ന് വീഴുന്നു. എന്നാൽ അപ്പൊ തന്നെ അത് ഡിസപ്പിയർ ആയിട്ട് പോകുന്നു. പക്ഷെ അത് പ്രത്യക്ഷമാകുന്നത് ഇവരുടെ അടുത്താണ്. ഇവൾ അത് കണ്ട് ആകെ അമ്പരന്ന് ഒന്നും മനസ്സിലാവാതെ കയ്യിലുണ്ടായിരുന്ന ഫുഡ് എല്ലാം തന്നെ അതിൽ വെച്ച് നോക്കുന്നു. എല്ലാം പെട്ടെന്ന് തന്നെ മാഞ്ഞു പോവാണ്. പക്ഷെ അത് ഉപകാരമാവുന്നത് ഇവർക്കായിരുന്നു.